2025 ജൂൺ 5 ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ആയിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് വിദ്യാലയങ്ങളുടെ കീഴിൽ നട്ടുവരാറുള്ളത്. എന്നാൽ 2025 ജൂൺ 5 ഈ പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ വൃക്ഷത്തൈ കൊടുക്കാത്ത പരിസ്ഥിതി ദിനം നവകേരളത്തിന്റെ മറ്റൊരു കാൽവെപ്പാണ്. എന്നാൽ ഈ സ്വദേശത്തോട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തകരും സ്ഥാപന ഉടമകളും വില കൊടുത്ത് വൃക്ഷത്തൈകൾ മേടിച്ചാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ പങ്കാളികളായത്. 100 എണ്ണം നടന്നതിനു പകരം ഒറ്റയെണ്ണം നട്ടുകൊണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമാകാൻ നിരവധി പ്രവർത്തകരാണ് സന്നദ്ധ കാണിച്ചതുകൊണ്ട് വൃക്ഷത്തൈകൾ നട്ടത്. നവകേരളത്തിന്റെ പ്രകൃതിയോടുള്ള കടപ്പാടിന്റെ മറ്റൊരു യാഥാർത്ഥ്യമുഖമാണിത്. മുൻകാലങ്ങളിൽ പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ട് തൊടുപുഴയിൽ പച്ച പൊതിച്ച് കിടക്കുന്ന ഈ മനോഹരമായ കാഴ്ച ഇനിയുള്ള കാലം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. രാവിലെ തന്നെ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ കീഴിൽ വാർഡ് കൗൺസിൽ ജെസ്സി ആന്റണി നേതൃത്വം വഹിച്ചുകൊണ്ട് പുഴയോരത്ത് വൃക്ഷത്തൈ തട്ടുകൊണ്ടാണ് പരിസരങ്ങൾ ശുദ്ധി ചെയ്തുകൊണ്ടും ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ആഘോഷമാക്കി. മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. പൊതുനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ആശുപത്രിയായിട്ടാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ 8:30 മണിക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഹോസ്പിറ്റലും അതിൻ്റെ പരിസരങ്ങളും അതിനോട് ചുറ്റുവട്ടത്തിലുള്ള റോഡുകളും പ്ലാസ്റ്റിക്കും കടലാസും കുപ്പിയും എല്ലാം പെറുക്കി കാടെല്ലാം വെട്ടിത്തെളിച്ച് വളരെ മനോഹരമാക്കുന്നതിന് ഇവരേറെ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിന്റെ സൈഡിൽ 2-3 മിറക്കിൾ ഫ്രൂട്ട്, അതധികം പൊക്കം വെക്കുകയില്ലാത്തതുകൊണ്ട് ലൈനിൽ ടച്ച് ചെയ്യല, അതും നട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സേവനം കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലിന്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന് എല്ലാവർക്കും ഈ സമയത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിനറിയാം. ഒരു ദിവസം കൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല, ജീവിതകാലം മുഴുവൻ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ശുചിത്വവും മാലിന്യ സംസ്കരണവും, അതോടൊപ്പം തന്നെ ആറും തോടും നീർച്ചാലുകളും സംരക്ഷിക്കുകയും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം നമ്മുടെ കർത്തവ്യ ഉത്തരവാദിത്വമാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ് ഇന്ന് ലോകം മുഴുവനും പ്രധാന വിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. അതേസമയം കേരളം അതിൽ കുറച്ചുകൂടി മുന്നോട്ടായിട്ടാണ് ഇവിടെ കാർബൺ ന്യൂട്രൽ പ്രോഗ്രാം കൂടി കേരളത്തിൽ നടത്തി വരുന്നത്. ഇതിനോടെല്ലാം സഹകരിക്കുന്ന ഈ ഹോസ്പിറ്റലിനും അതിലെ എല്ലാ ജീവനക്കാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതൊരു തുടർ പ്രക്രിയയായിട്ട് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ് തൊടുപുഴ.